അത് എത്രമാത്രം ഞങ്ങൾ പ്രായോഗികമാക്കി എന്ന് ചിന്തിപ്പാനിടയാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കേൾക്കുന്ന വചനങ്ങൾ കർത്താവെ ഞങ്ങളുടെ ആത്മീക പുരോഗതിക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തലവണക്കിയിരിക്കുന്ന എല്ലാവരെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇന്ന് വചനം പറയുന്ന ഡോക്ടറെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഇന്ന് മകനിലൂടെ ഞങ്ങൾ കേൾക്കുന്ന വചനം അനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കാനായിട്ട് ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രയോജനമുള്ള ഒന്നും മറച്ചു വെക്കാതെ കർത്താവെ എല്ലാം പ്രസ്താവിക്കാനുള്ള കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ സാന്നിധ്യ ഭാവത്തിൽ ഞങ്ങളെ ഇരുത്തണമേ. ഇന്നത്തെ പകൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന ദയ ഉണ്ടായി കേൾക്കുന്നതാകണമേ. ആമേൻ. വന്ദനായിട്ടുള്ള മാത്യുവിനെ ഈ ശുശ്രൂഷയിലേക്ക് ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. സമാപന പ്രാർത്ഥന ആശീർവാദവും ബഹുമാനപ്പെട്ട അച്ഛൻ നിർവഹിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ വചന സന്ദേശം നൽകുന്നതിനായിട്ട് ഏറ്റവും ആദരവോടെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഡോക്ടർ ഐക് സക്കറിയ സാറിനെ ക്ഷണിച്ചു. മൈക്ക് ഓഫ് ഡോക്ടർ. കേൾക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനെ ഒരു അവസരം എനിക്ക് ലഭിച്ചതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഒപ്പം ഇതിന്റെ സംഘാടകരോടും. നാം ഇപ്പോൾ ജീവിക്കുന്നത് ഒരു ഡിജിറ്റൽ യുഗത്തിലാണ്. എല്ലാം നമ്പറുകളിലാണ് അധിഷ്ഠിതമായിട്ടിരിക്കുന്നത്. ഉദാഹരണമായിട്ട് നമ്മുടെ ആധാർ കാർഡ്, ആ നമ്പർ അടിച്ചു കൊടുത്താൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാകുന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ യുഗം. എന്നാൽ വേദപുസ്തകം വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് ഈ യുഗം നേരത്തെ തന്നെ യഹോവ ഭൂമിയെ ഭൂമണ്ഡലത്തെയും സൃഷ്ടിച്ചപ്പോൾ തന്നെ ഇത് നടപ്പാക്കിയിരുന്നു എന്നാണ്. എന്തെന്നാൽ 6 ദിവസം ദൈവം സൃഷ്ടി ചെയ്തപ്പോൾ അതിന് തിങ്കൾ, ചൊവ്വ, ബുധൻ അല്ലെങ്കിൽ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എന്ന് വിളിച്ചിരുന്നില്ല. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം എന്നാണ് പറഞ്ഞത്. ഇത് ആണ് സംഖ്യയുടെ ശാസ്ത്രം അഥവാ ന്യൂമറോളജി എന്ന് പറയുന്നത്. ഇത് വേദപുസ്തകവുമായി കണക്ട് ചെയ്യുമ്പോൾ ഇതിന് ബിബ്ലിക്കൽ ന്യൂമറോളജി അഥവാ വേദപുസ്തക സംഖ്യാശാസ്ത്രം എന്ന് പറയുന്നു. ഇതിലെ ചില കാര്യങ്ങൾ ചുരുക്കമായി ഒന്ന് ഞാനിവിടെ പറയുകയാണ്. 0 മുതൽ 12 വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സമയം അനുവദിച്ചാൽ മുഴുവനും പറയാം, അല്ലെങ്കിൽ ഭാഗികമായിട്ട് നിർത്തും. ഏതായാലും ത്രിയേക ദൈവത്തിന്റെ മഹത്വം എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ 3, 1 എന്ന സംഖ്യയിൽ കൂടെ നാം ബിബ്ലിക്കൽ ന്യൂമറോളജിയിലേക്ക് കടക്കുകയാണ്. നമ്പർ 0 എന്ന് പറയുന്നത് ദൈവം തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം നാം വായിക്കുമ്പോൾ അതിൽ പറയുന്നത് ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നതാണ്. ഈ ശൂന്യം എന്ന് പറയുന്നത് 0 അഥവാ 0. ഇതാണ് ആദ്യത്തെ കണക്കിൽ അഥവാ ന്യൂമറോളജിയിൽ വന്നിരിക്കുന്ന 0 എന്ന അക്ഷരം. അതുകൊണ്ട് ഈ 0-ൽ നിന്ന് യഹോവയായ ദൈവം ഭൂമിയിലുള്ള സകല ചരാചരങ്ങളെ തന്റെ വാക്കുകൊണ്ട് നിർമ്മിച്ചു. എന്നാൽ മനുഷ്യനെ മാത്രം തന്റെ പ്രവൃത്തി കൊണ്ട് നിർമ്മിക്കുകയും ചെയ്തു. നമ്പർ 1 ഇതെല്ലാം നിർമ്മിച്ചത് യഹോവയായ ദൈവം എന്ന ഏക ദൈവമാണ്. ഈ ഏക ദൈവത്തെ സൂചിപ്പിക്കുന്നതാണ് നമ്പർ 1 സംഖ്യ വന്നിരിക്കുന്നത്. ഏക പിതാവ് എന്ന് നമ്മൾ അവനെ വിളിക്കുന്നു. അവനെ നമ്മൾ ആരാധിക്കുകയും ചെയ്യുന്നു. യഹോവ മോശയ്ക്ക് കൽപ്പലകളിൽ എഴുതി കൊടുത്ത 10 കാര്യങ്ങളിൽ 1-ാമതായി പറയുന്നത് ഞാനല്ലാതെ അന്യ ദൈവം നിനക്ക് ഉണ്ടാകരുതെന്നാണ്. ഇത് ദൈവത്തിന്റെ ഏകത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല തന്റെ ഏകജാതനായ പുത്രനെ യേശുക്രിസ്തുവിനെ അവൻ മനുഷ്യർക്ക് വേണ്ടി ലോകത്തിലേക്ക് അയക്കുകയും അവന്റെ രക്തത്താലും അവന്റെ ആത്മാവിനാലും നമ്മളെ നമ്മുടെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും നമുക്ക് വീണ്ടെടുപ്പ് നൽകുകയും ചെയ്തു. ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ ഏക മധ്യസ്ഥൻ യേശുക്രിസ്തു മാത്രമാകുന്നു. ഏകനായി മകാൽ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിട്ടുമുണ്ട്. ഇങ്ങനെയാണെങ്കിലും മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവനെ ആണും പെണ്ണുമല്ല, ആണായിട്ട് മാത്രമാണ് സൃഷ്ടിച്ചത്. അപ്പോൾ ദൈവം വിചാരിച്ചു മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് തക്കതായ ഒരു തുണ വേണം. അങ്ങനെയാണ് 2 എന്ന നമ്പറിലേക്ക് പോകുന്നത്. അപ്പോൾ അവൻ മനുഷ്യന് തക്ക തുണ അവനിൽ നിന്ന് തന്നെയാണ് എടുത്ത് നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നത്. കൂടാതെ 2 എന്ന സംഖ്യ വേദപുസ്തകത്തിന്റെ 2 ഭാഗങ്ങളെ സൂചിപ്പിക്കുന്നു. പഴയ നിയമവും പുതിയ നിയമവും. യേശുക്രിസ്തുവിന്റെ ജനനത്തിന് മുൻപ് പ്രവാചകന്മാരുടെയും പ്രവചനങ്ങളെയും പറ്റി
പഴയ നിയമത്തിൽ പ്രസ്താവിക്കുന്നു. പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിന്റെ ജനനം, കുരിശുമരണം, ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയെ പറ്റിയും പ്രസ്താവിക്കുന്നു. നമ്മൾ വായിക്കുമ്പോൾ വേദപുസ്തകത്തിൽ കാണുന്നു, 2 പേർ വയലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കും, അതിൽ ഒരാൾ എടുക്കപ്പെടും. 2 പേർ തിരികല്ല് തിരിച്ചുകൊണ്ടിരിക്കും, അതിൽ ഒരാൾ എടുക്കപ്പെടും, മറ്റേ ആൾ എടുക്കപ്പെടുകയില്ല. ഇതെല്ലാം 2 എന്ന നമ്പറിനെ സൂചിപ്പിക്കുന്നു. യേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ചത് 2 കള്ളന്മാരുടെ നടുവിലാണ് വന്നിരിക്കുന്നത്. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം 2 ശിഷ്യന്മാർ എമ്മോസിലേക്ക് പോവുകയായിരുന്നു. ഈ 2 ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ചേർന്ന് നടന്നവനായ 3-മനാണ് യേശു ക്രിസ്തു. പക്ഷെ അവരുടെ കണ്ണ് മറഞ്ഞിരുന്നതിനാൽ അവർ യേശുവിനെ അറിഞ്ഞില്ല. അവർ മുറിയിൽ ചെന്നതിന് ശേഷം അപ്പം എടുത്ത് വാഴ്ത്തിയപ്പോഴാണ് അവരുടെ കണ്ണ് തുറക്കുകയും യേശുവിനെ മനസ്സിലാക്കുകയും ചെയ്തത്. നോഹയുടെ കാലത്ത് ജലപ്രളയമുണ്ടായപ്പോൾ എല്ലാ ജീവജാലങ്ങളിലും 2 പേരെ വീതമാണ് പെട്ടകത്തിലേക്ക് കയറ്റുവാനായിട്ട് യഹോവ അവനോട് കൽപ്പിച്ചിരുന്നത്. ഇതെല്ലാം 2 എന്ന നമ്പറിനെ സൂചിപ്പിക്കുന്നു. ഈ 2ന്റെ കൂട്ടത്തിൽ നമ്മൾ ഒരാളും കൂടെ ചേരുമ്പോൾ ത്രിത്വം അഥവാ 3 എന്ന സംഖ്യ വരുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 ആളത്വങ്ങളെയാണ് ഈ ത്രിത്വം അഥവാ 3 എന്ന സംഖ്യ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല 3 എന്ന സംഖ്യ നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം 1 തുടങ്ങി, പിന്നെ ഒരു കുനിപ്പ് വന്നു, 1 നിർത്തി, പിന്നെ ഒന്നുകൂടെ വന്നു. ഈ 3 കുനിപ്പുകളും 3 പോയിന്റുകളാണ് വന്നിരിക്കുന്നത്. അത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 ആളത്വങ്ങളെ ഇത് സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഒന്നുകൂടെ മുൻപോട്ട് പോകാം. ഈ 3 എന്ന് എഴുതിയിരിക്കുന്ന അക്കം നമ്മളൊന്ന് തിരിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ മെഡിക്കൽ ടെർമിനോളജിയിൽ പറയുകയാണെങ്കിൽ ഹാർട്ടിന്റെ 2 വാൽവുകൾ, 2 ചേംബറുകളെ, ലോവർ ചേംബറുകളെ സൂചിപ്പിച്ച് ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ് വന്നിരിക്കുന്നത്. നിന്റെ ഹൃദയകൈകളെ ദൈവത്തിങ്കിലേക്ക് നീട്ടുവാൻ പറഞ്ഞു. ഈ 2 ലൈനുകളും ഒന്ന് നേരെ ആക്കുകയാണ് എങ്കിൽ ഇത് 3 പോയിന്റ് തന്നെ നിലനിൽക്കും. അതിന്റെ കൂട്ടത്തിൽ ഞാൻ അഥവാ ഐ എന്നുള്ള വാക്ക്, ഞാൻ എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് അക്ഷരം ഐ, അതിന്റെ കീഴെ കൊണ്ട് വെക്കുകയാണെങ്കിൽ അത് കുരിശിന്റെ രൂപവുമാകും. അതുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും കീഴെ നമ്മൾ വരുമ്പോൾ, നമ്മൾ കുരിശിന്റെ ചുവട്ടിൽ വരുമ്പോൾ, നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ അവൻ നമ്മെ രക്ഷിക്കും എന്നുള്ളതിന്റെ വേറൊരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ത്രിത്വത്തിന്റെ കൂടെ നമ്മൾ ചേരുമ്പോൾ അത് 4ആയി മാറുകയാണ്, 4 എന്ന അക്ഷരം. അപ്പോൾ അത് 4 സുവിശേഷങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നീ 4 സുവിശേഷങ്ങളെ അത് സൂചിപ്പിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ലാസറിനെ കല്ലറയിൽ വെച്ച് 4-ാം ദിവസമാണ് യേശു വന്ന് ഉയർപ്പിച്ച് എന്ന് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നു. ഏദൻ തോട്ടം നിർമ്മിച്ചപ്പോൾ യഹോവയായ ദൈവം അതിനെ നനപ്പാനായിട്ട് ഒരു നദി ഒഴുക്കി. അതിന് 4 ശാഖകൾ 4 വശത്തേക്കും ഒഴുക്കുകയും ചെയ്തു. ഇത് 4 എന്ന സംഗതിയെ സൂചിപ്പിക്കുന്നു. വിശ്വാസമുള്ള 4 ആളുകൾ ചുമന്നു കൊണ്ടുവന്ന ഒരു പക്ഷപാതക്കാരന്റെ കഥ ഏവർക്കും അറിയാവുന്നതാണ്. ആ 4 പേരുടെ വിശ്വാസം കൊണ്ട് അവൻ രക്ഷപ്പെടുകയും ചെയ്തു എന്ന് നാം വായിക്കുന്നു. ഇതെല്ലാം 4 എന്ന സംഖ്യയെ സൂചിപ്പിക്കുന്നു. നമ്പർ 5, ബാലനായ ദാവീദ് മല്ലനായ ഗോലിയാത്തിനോട് എതിരിടുവാൻ പോയ സമയത്ത് അവൻ തോട്ടിൽ നിന്ന് 4 കല്ലുകൾ എടുത്തു. കൂർത്ത കല്ലുകളല്ല, മിനുസമുള്ള 5 കല്ലുകളാണ് അവൻ അവിടുന്ന് എടുത്തത്. എന്നാൽ ഈ 5 കല്ലിൽ ഒരു കല്ല് മാത്രമേ അവന് ഉപയോഗിക്കേണ്ടി വന്നു എന്ന് നാം വായിക്കുന്നു. ഇന്നത്തെ വേദഭാഗം വായിച്ചതിൽ 10 കന്യകമാരുടെ കഥ വായിച്ചു. അതിൽ 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. ബുദ്ധിയുള്ള കന്യകമാർ തങ്ങൾക്ക് വേണ്ടുന്ന എണ്ണയും വിളക്കും സൂക്ഷിച്ചു വെച്ചു. മണവാളൻ വന്നപ്പോൾ അവരെ അകത്ത് പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്ന് നാം വായിക്കുന്നു. 5 അപ്പവും 2 മീനും കൊണ്ടാണ് 5000 പേരെ യേശു പോഷിപ്പിച്ചത്. യേശു ക്രിസ്തു കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ചു. അടിപ്പിണരുകൾ ഇഷ്ടം പോലെ ഏറ്റിട്ടുണ്ട്. എന്നാൽ പ്രധാനമായും 5 മുറിവുകളാണ് യേശുവിന്റെ ശരീരത്തിൽ കാണപ്പെട്ടിരുന്നത്. 2 എണ്ണം കൈകളിൽ, 2 എണ്ണം കാലുകളിൽ, 1 എണ്ണം വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയത്. ഇത് 5 തിരുമുറിവുകൾ എന്ന് സൂചിപ്പിക്കുന്നു. നമ്പർ 6, യഹോവയായ ദൈവം
6 ദിവസം കൊണ്ട് ഭൂമിയെയും അതിലുള്ള സകലതയെയും നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ ഈ 6 ദിവസവും മനുഷ്യരായ നമ്മൾ ജോലി ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇപ്പോൾ വന്ന് ഇപ്പോഴത്തെ ജനറേഷൻ പറയുന്നത് എയിം ഇൻ ലൈഫ് ഷുഡ് ബി 6, 5, 4, 3, 2, 1, 0 എന്നാണ്. 6, 5, 4, 3, 2, 1 ആണ്. 1, 0 ആകണം നമ്മുടെ എയിം എന്നാണ്. അതെന്താണ്? 6 എന്ന് പറഞ്ഞാൽ 6 ഡിജിറ്റ് സാലറി, 6 അക്കമുള്ള ശമ്പളം, 5 വർക്കിംഗ് ഡേയ്സ് എ വീക്ക്. 6 ദിവസത്തിന് പകരം അത് 1 കുറഞ്ഞു, 5 ദിവസമായി. 5 വർക്കിംഗ് ഡേയ്സ് എ വീക്ക്. ബാക്കി 2 ദിവസം എന്ത് ചെയ്യും? വിശുദ്ധ ദിവസം ആചരിക്കുന്നുണ്ടോ അതോ അടിച്ചു പൊളിച്ച് നടക്കുന്നേ ഉള്ളോ? ഈ 2 ദിവസം നമ്മൾ എന്തിനു വേണ്ടി സൂക്ഷിക്കുന്നു? അത് നമ്മൾ ഒന്ന് പുനർചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമ്പർ 4 വീൽ വെഹിക്കിൾ, 4 വീലുള്ള ഒരു കാർ. 3 ബെഡ്റൂം ഹൗസ്. ഇപ്പോൾ മെയിൻ്റനൻസും എല്ലാം വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് 3 ബെഡ്റൂം ഹൗസ് തന്നെ നമുക്ക് അധികമായിട്ട് തീരും. 2 ചിൽഡ്രൻ, 2 കുട്ടികൾ മതി, കൂടുതലായാൽ ബാധ്യതയാകുമെന്നാണ് മനുഷ്യർ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 1 വൈഫ്, ഒരു ഭാര്യ മതി. 0 ടെൻഷൻ. 0 ടെൻഷൻ എന്ന് പറഞ്ഞാലും ടെൻഷൻ ഇല്ലാത്ത മനുഷ്യർ ഇപ്പോൾ ഇല്ല. ഇതെല്ലാം 6 എന്ന സംഗതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്പർ 7 എന്ന് പറയുമ്പോൾ 7-ാം ദിവസത്തെ തന്റെ 6 ദിവസത്തെ പ്രവൃത്തികൾക്ക് ശേഷം യഹോവ അതിനെ വിശുദ്ധീകരിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. അത് വിശുദ്ധ ദിവസമാകുന്നു. 7-ാം ദിവസം അത് സ്വസ്ഥ ദിവസമാകുന്നു. നാം എത്ര കണ്ട് അത് ആചരിക്കുന്നു എന്ന് നമ്മൾ ഒന്ന് പുനർചിന്തിക്കുന്നത് നന്നായിരിക്കും. പരിശുദ്ധാത്മാവിന് 7 വരങ്ങളാണ് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നത്. ശലോമോൻ രാജാവ് 7 ആണ്ടുകൊണ്ടാണ് യെരുശലേം ദേവാലയം പണിതിട്ടുള്ളത്. 7 എന്ന് പറയുന്നത് ഒരു പൂർണ്ണതയുടെ സംഖ്യയാണ്. ഉദാഹരണമായിട്ട് അപൂർണനായിരുന്ന നയമാൻ, തന്റെ രോഗം മൂലം അവൻ അപൂർണനായിരുന്നു. അവൻ 7 പ്രാവശ്യം യോർദാൻ നദിയിൽ മുങ്ങിയപ്പോഴാണ് അവന്റെ അപൂർണത മാറി അവൻ പൂർണ്ണനായ ഒരു മനുഷ്യനായി തീർന്നത്. 7-നെ പറ്റി പറയുവാനും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാം പറയുവാൻ സമയം അനുവദിക്കുന്നില്ല. എങ്കിലും നമ്മുടെ സ്വരങ്ങൾ 7 യഹോവയായ ദൈവം ജലപ്രളയത്തിന് ശേഷം മനുഷ്യനുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി. ആ ഉടമ്പടി കാണിച്ചു തന്നത് മഴവില്ലിന്റെ രൂപത്തിലാണ്. ഈ മഴവില്ലിന് 7 നിറങ്ങളാണ്. ഇതെല്ലാം 7 എന്ന സംഖ്യയെ സൂചിപ്പിക്കുന്നു. 7 അപ്പവും മീനും കൊണ്ടാണ് 4000 പേരെ പോഷിപ്പിക്കുകയും 7 വട്ടി നിറച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ന്യൂമറോളജി പോലെ തന്നെ നമ്മുടെ പേരുകൾക്കും വളരെ പ്രാധാന്യമുണ്ടെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ചില ആളുകൾ ഈ പേരുകളുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ ജീവിതത്തിൽ ദുരിതങ്ങൾ ഉണ്ടാകാൻ സമയത്ത് ചിലരെ കൺസൾട്ട് ചെയ്യും. പേരുകൾക്ക്, ചില അക്ഷരങ്ങൾക്ക് അല്ലെങ്കിൽ അതിന്റെ വാക്കുകൾക്ക് എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുന്നതായി കാണാം. ഇത് വേദപുസ്തകത്തിൽ ഞാൻ തിരക്കിയപ്പോൾ കാണുന്നത്, ഇത് ആദ്യം സംഭവിച്ചത് യഹോവ സാറായിക്കും അബ്രഹാമിനും കൊടുത്ത ഒരു ചേഞ്ച് ആണ് കാണുന്നത്. അബ്രാം എന്നായിരുന്ന അബ്രാമിനെ അബ്രഹാം എന്നാക്കുകയും സാറായി എന്നുള്ളതിനെ സാറ എന്നാക്കുകയും ചെയ്തു നമ്മൾ വായിക്കുന്നു. യഹോവ അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്റെ പേർ വലുതാക്കും. നമ്മൾ ഇംഗ്ലീഷ് അക്ഷരത്തിൽ അബ്രാം എന്ന് എഴുതുമ്പോൾ 5 ഡിജിറ്റാണുള്ളത്. അബ്രഹാം എന്ന് എഴുതിയപ്പോൾ 7 ഡിജിറ്റായി, 2 ഡിജിറ്റ് കൂടെ കൂടി. അപ്പോൾ ഞാൻ നിന്റെ പേർ വലുതാക്കും എന്ന് പറഞ്ഞപ്പോൾ 2 ഡിജിറ്റ് കൂടി. അത് 5-ൽ നിന്നും 7 ആക്കി. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും എന്നും അവൻ പറഞ്ഞിരുന്നു. സാറായി എന്ന 5 അക്ഷരം മാത്രമേ ഉള്ളൂ. അത് സാറ എന്നാക്കി. ആ 5 തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. ഇവർ ഭാര്യ ഭർത്താക്കന്മാരായപ്പോൾ ഈ 7ഉം 5ഉം കൂടെ ചേർന്നു. 7ഉം 5ഉം 12 വന്നു. ഇത് 1ഉം 2ഉം കൂടെ കൂട്ടിയാൽ 3. അത് തൃത്വം അഥവാ ഡിവിനിറ്റി എന്നുള്ള സംഖ്യയെ സൂചിപ്പിക്കുന്നതായും നമ്മൾ കാണുന്നു. അതുകൊണ്ട് പേരുകൾക്ക് മാറ്റം വരുത്തിയത് ആദ്യമായി ചെയ്തിരിക്കുന്നത് വേദപുസ്തക പ്രകാരം യഹോവ അബ്രഹാമിനും സാറായിക്കുമാണെന്ന് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നു. നമ്പർ 8 വളരെ പ്രാധാന്യമുള്ള ഒരു നമ്പറാണ്. പക്ഷെ ചിലർക്കത് 8 കൊള്ളുകയില്ലെന്ന് പറയുന്നു. പക്ഷെ നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുകയാണ് എങ്കിൽ ലോകത്ത് ജലപ്രളയം ഉണ്ടായ സമയത്ത് രക്ഷപ്പെട്ട മനുഷ്യർ ആകെ 8 പേർ മാത്രമാണ്. നോഹ, ഭാര്യ, 3 ആൺമക്കൾ, അവരുടെ ഭാര്യമാർ. അങ്ങനെ ലോകത്തിൽ പ്രളയത്തെ അതിജീവിച്ചത് 8 പേർ മാത്രമാണ്.
യേശുവിന് 8-ാം നാളാണ് ജനിച്ചതിന് ശേഷം യേശു എന്ന പേര് ഇട്ടിരിക്കുന്നത്. നമ്മൾ കുറച്ചുകൂടെ 8-നെ പറ്റി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ 8 ഒരു ഡിവൈൻ നമ്പറായിട്ട് വേണം കണക്കാക്കുവാൻ. 8 എന്ന് എഴുതുന്നത് ഒരു 0 മേളിലും ഒരു 0 താഴെയാണ്. ഈ 2 8 ചേരുന്നത് മേളത്തെ ഭാഗം ഡിവിനിറ്റി ദൈവവുമായിട്ട് കണക്ട് ചെയ്യുന്നതും താഴത്തെ 0 മനുഷ്യനുമായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് 8 എന്ന സംഖ്യ വരുന്നതും മനുഷ്യൻ ദൈവവുമായിട്ട് കണക്ട് ചെയ്യുന്നതും. താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് ഒരു പരിധി വരെ ഇത് ശരിയായിട്ട് നമുക്ക് കണക്കാക്കുകയും ചെയ്യാം. പക്ഷെങ്കിൽ ഇപ്പോൾ എല്ലാ മനുഷ്യരും ദൈവത്തെ വിളിക്കുന്നുള്ളതിന് തെളിവാണ് ചില പ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നത്. 8ന്റെ പണി കിട്ടിയെന്ന് പറയും. 8ന്റെ പണി എന്ന് പറഞ്ഞാൽ മനുഷ്യർ ഉദ്ദേശിക്കുന്നത് അത് നെഗറ്റീവ് സൈഡാണെങ്കിലും ഞാനത് പോസിറ്റീവായിട്ടാണ് കാണുന്നത്. എന്തെന്നാൽ 8 എന്ന് നമ്മൾ എഴുതുമ്പോൾ ഒരിടത്ത് തുടങ്ങി മേളിലോട്ട് വന്ന് വളച്ചെടുത്ത് രണ്ടാമത് തുടങ്ങിയ സ്ഥാനത്ത് തന്നെ കൊണ്ട ചെന്നു മുട്ടി. അപ്പോൾ അതിന് ആദ്യവുമില്ല അവസാനവുമില്ല. ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യവും അന്തവും ഇല്ലാത്തത് വന്നിരിക്കുന്ന 8 എന്ന നമ്പർ ഒരു ഡിവൈൻ നമ്പറായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. അത് ഡിവിനിറ്റിയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവരും 8ന്റെ പണി എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് അല്ല, ദൈവത്തിനെ സ്തുതിക്കുന്ന ഒരു നമ്പറായിട്ട് ഞാൻ കണക്കാക്കുകയും ചെയ്യുന്നു. എനിക്ക് അനുവദിച്ച സമയം ഇപ്പോൾ തീർന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് 8 വെച്ച് ഞാൻ നിർത്തുകയാണ്. ബാക്കി നമുക്ക് സൗകര്യം പോലെ പറഞ്ഞാൽ മതിയല്ലോ സാറേ. ഷാജി സാറിനോടാ. ഓക്കെ സാറേ, താങ്ക് യു. അയക്കുന്ന പേരിന് തന്നെ ഐ ആം കിങ് ഫോർ എവരിതിങ് എന്ന് തന്നെയാണല്ലോ. സാറിന്റെ അനുഗ്രഹിക്കപ്പെട്ടായിട്ടുള്ള സന്ദേശത്തിനായിട്ട് പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. തുടർന്ന് നമുക്ക് ഈ ചാനൽ കണ്ടിന്യൂ ചെയ്യാം. സാറിന്റെ സമയം കിട്ടുമ്പോഴൊക്കെ വരണമൊക്കെ ആസ്വദിക്കുന്നു. ഇപ്പോൾ സമര പ്രാർത്ഥനയും ആശീർവാദം ബഹുമാനപ്പെട്ട മാത്യൂസ് മാത്യുവിനെ ചെന്ന് നിർവഹിക്കണം അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അവിടുന്ന് അൽഫയും ഒമേഗയുമാണല്ലോ, ആദ്യവും അന്തവുമാണല്ലോ. കർത്താവേ, അവിടുത്തെ അനന്തമായ സ്നേഹത്തിന്റെ മൂർത്തിഭാവമാണല്ലോ. ദൈവമേ, സർവ്വചരാചരങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവമാണല്ലോ. ഞങ്ങളെ വീണ്ടെടുത്ത ദൈവമാണല്ലോ. ഇന്നും പരിപാലിക്കുന്ന ദൈവമാണല്ലോ. ദൈവമേ, ഇത്ര വലിയ ദൈവത്തെ അനുധാവനം ചെയ്യാൻ സാധിക്കുന്ന വലിയ ഭാഗ്യമായി കരുതുവാൻ തക്കണം സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സർവ്വവ്യാപിയും സർവജ്ഞാനിയും സർവശക്തനുമായതുകൊണ്ട് ഒരിക്കൽ കൂടെ കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങയുടെ കർത്താവെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിയുടെ ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിനെന്നും ഈ ലോകത്തോട് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്ന് തിരിച്ചറിയേണ്ട മനസ്സുദ്ധിക്ക് രൂപാന്തരപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങളൊക്കെയും ഞങ്ങൾക്ക് രൂപാന്തരം ഉണ്ടാകുവാൻ തക്കൊണ്ട് സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് കേരളത്തില് കർത്താവ് മിക്കവാറും എല്ലാ സ്കൂളുകളും തുറക്കുകയാണല്ലോ. കർത്താവ്, ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. പഠനം തുടരുന്ന മക്കൾക്കായി സ്തോത്രം. എല്ലാവരെയും നീ വാഴ്ത്തണമേ. യഹോവയാണല്ലോ, ദൈവമാണല്ലോ ജ്ഞാനം നൽകുന്നത്. ഞങ്ങൾക്ക് അറിവ് മാത്രം പോരാ കർത്താവെ, ജ്ഞാനം കൂടെ നൽകി കർത്താവെ ഞങ്ങളുടെ അറിവിനെ പ്രായോഗികമാക്കുവാൻ തക്കൊണ്ട് സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതം ഒരു വട്ടപൂജ്യമാണ് കർത്താവെ. എന്നാൽ അങ്ങോട്ട് ചേരുമ്പോഴാണല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പൂർണ്ണത ഉണ്ടാകുന്നത്. കർത്താവെ, ആകിയാൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ സഹായിക്കണമേ. ഇന്ന് സ്കൂളിലേക്ക് പോകുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. അവരുടെ മാതാപിതാക്കൾക്കായി സ്തോത്രം. അവരെ അഭ്യസിപ്പിക്കുന്ന മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. കേവലം അസംസ്കൃത വസ്തുക്കളെ കർത്താവെ നല്ല പ്രോഡക്റ്റ് ആക്കുവാൻ കർത്താവെ മാതാപിതാക്കളിലൂടെ ഗുരുക്കന്മാരിലൂടെ പഠന പ്രക്രിയയിലൂടെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളുള്ളായ കർത്താവെ സർഗവാസനെ പുറത്തെടുക്കാൻ വേണ്ടുന്ന കൃപ അവർക്കെല്ലാം കൊടുക്കണമേ. നിങ്ങളെ കേൾപ്പിച്ച ദൂതനായി സ്തോത്രം ചെയ്യുന്നു. ഈ ഡിജിറ്റൽ യുഗത്തിൽ കർത്താവെ, പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിപ്പാൻ ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. സ്നേഹം പകരുവാൻ ഞങ്ങളെ നീ പ്രാപ്തരാക്കണമേ. യേശു മിശിഹായുടെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രനും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും നമ്മോടും കേട്ട ദൂതനോടും ഇന്ന് പരിശ്രമത്തിൽ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളോടെ, പ്രത്യേകിച്ച് സ്കൂളിലേക്ക് പോകുന്ന എല്ലാ കുഞ്ഞുങ്ങളോടെയും ഇന്ന് എന്നേക്കുണ്ടായിക്കുമാറാകട്ടെ. ആമേൻ.
വോട്ട് ഓഫ് താങ്ക്സിനായിട്ട് നമ്മുടെ ബ്രാഞ്ചിന്റെ പ്രെയർ കോർഡിനേറ്റർ ആയിരിക്കുന്ന മിസസ് ജോളി ജോൺ അവരെ ക്ഷണിച്ചു. ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുയേശുവിൽ ഏവർക്കും എന്റെ സ്നേഹവന്ദനം. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ നടത്തിവരുന്ന വന്ദനം യേശുവര എന്ന പ്രഭാത ധ്യാനത്തിൽ ഇന്ന് പ്രാരംഭ പ്രാർത്ഥന നടത്തി നമ്മെ അനുഗ്രഹിച്ചത് ബ്രാഞ്ചിന്റെ നിറസാന്നിധ്യവും അഭ്യുദയകാംക്ഷയുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ മാഗ്യൂസ് ജോർജ് സാറായിരുന്നല്ലോ. സാറിനുള്ള നന്ദി സ്നേഹവും ബൈബിൾ സൊസൈറ്റിയുടെ നാമത്തിൽ അറിയിക്കുന്നു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട വചന സന്ദേശം നൽകി നമ്മെ അനുഗ്രഹിച്ചത് മർത്തോമ ചർച്ച് കൊല്ലാട് മെമ്പറും പ്രാക്ടീസിംഗ് ജനറൽ മെഡിസിൻ, മ്യൂസിഷ്യൻ, കീബോർഡിസ്റ്റ്, വയലിനിസ്റ്റ്, സിംഗർ എന്നീ പദവികളുമുള്ള ഡോക്ടർ ഐ സക്കറിയ സാറായിരുന്നല്ലോ. കോട്ടയം സ്വദേശിയാണ്. സാറ് ബിബ്ലിക്കൽ ന്യൂമറോളജി, വേദപുസ്തക സംഖ്യാശാസ്ത്രത്തെ പറ്റി, ഓരോ സംഖ്യയുടെയും ബൈബിളിലെ വിശേഷതകളെ പറ്റി വിവരിച്ചു തന്ന് നമുക്ക് അനുഗ്രഹപ്രദമായ ഒരു വചന സന്ദേശം നൽകി നമ്മെ അനുഗ്രഹിച്ച സാറിനോടുള്ള നന്ദി സ്നേഹവും ബൈബിൾ സൊസൈറ്റിയുടെ നാമത്തിൽ അറിയിക്കുന്നു. ഇന്ന് മനോഹരമായ ഗാനാലാപനവും വേദവായനയും നടത്താൻ നമ്മെ സഹായിച്ചത് ബ്രാഞ്ചിന്റെ അൽമായ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട പി ഡി കോശി സാറും സഹധർമ്മിണി ബ്രാഞ്ചിന്റെ ലേഡി സെക്രട്ടറി ആയിരിക്കുന്ന മിസസ് കുമാരി കോശി മാഡം, മകൾ മിസസ് ജെസി കോശി എന്നിവരായിരുന്നു. വേദവായന നടത്തിയത് മിസസ് കുമാരി കോശി മാഡമായിരുന്നല്ലോ. ഈ കുടുംബത്തിലുള്ള നന്ദി സ്നേഹവും ബൈബിൾ സൊസൈറ്റിയുടെ നാമത്തിൽ അറിയിക്കുന്നു. ഇന്ന് സമാപന പ്രാർത്ഥന നടത്തി ഞാൻ അനുഗ്രഹിച്ചത് ബ്രാഞ്ചിന്റെ നിറസാന്നിധ്യമായ ബഹുമാനപ്പെട്ട മാത്യൂസ് അച്ഛനായിരുന്നല്ലോ. ആശീർവാദവും നടത്തിയത് അച്ഛനായിരുന്നു. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നന്ദി സ്നേഹവും ബൈബിൾ സൊസൈറ്റിയുടെ നാമത്തിൽ അറിയിക്കുന്നു. ഈ പ്രാർത്ഥന മുടക്കം കൂടാതെ നടത്തിക്കൊണ്ടുപോകാനായി അക്ഷരം പരിശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട ഷായ് സാറിനോടും ഗീതാ മാഡത്തോടുമുള്ള നന്ദി സ്നേഹവും ബൈബിൾ സൊസൈറ്റിയുടെ നാമത്തിൽ അറിയിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ ഗൗരവയും ചാരയുമായി പങ്കെടുത്ത എല്ലാ ബഹുമാന്യ വ്യക്തികൾ, ബഹുമാനപ്പെട്ട അച്ഛന്മാർ, പാസ്റ്റേഴ്സ്, സുശേഷകർ, എല്ലാ ബൈബിൾ സൊസൈറ്റി കുടുംബാംഗങ്ങളോടുള്ള നന്ദി സ്നേഹവും അർപ്പിച്ചുകൊണ്ടും ഒരു ശുഭദിനം ഏവർക്കും നേർന്നുകൊണ്ടും നന്ദി, നമസ്കാരം. താങ്ക് യു മിസസ് ജോളി ജോൺ. നാളെ നമുക്ക് ഇതേ സമയം ഇതേ ലിങ്കിൽ തന്നെ ധ്യാന ശുശ്രൂഷ ഉണ്ടായിരിക്കുന്നതാണ്. വൈകിട്ട് 8 മുതൽ 9 വരെ ഇതേ ലിങ്കിൽ തന്നെ രോഗികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ പ്രെയർ